ഇന്ത്യക്കെതിരായ മൂന്നാം 2020 മത്സരത്തിൽ ശ്രീലങ്കയ്ക്ക് 229 റൺസിന്റെ വിജയലക്ഷ്യം. ഇന്ത്യക്കായി സൂര്യകുമാർ യാദവ് സെഞ്ചുറി സ്വന്തമാക്കി. സ്പോർട്സ് ഡെസ്കിൽ നിന്നും അമൽനാഥ് ചേരുന്നു. അമൽ, 3 മത്സരങ്ങളടങ്ങിയ 2020 പരമ്പരയിൽ 1 വീതം മത്സരങ്ങൾ ജയിച്ച് നിൽക്കുകയാണ് ഇന്ത്യയും ശ്രീലങ്കയും. തീർച്ചയായും ഒരു ഫൈനൽ പോരാട്ടം എന്നുള്ള നിലയിൽ തന്നെ ഈ മൂന്നാം മത്സരത്തെ കാണണം. വലിയ ഒരു കൂറ്റൻ സ്കോറിലേക്ക് ഇന്ത്യക്ക് മുന്നേറാൻ സാധിച്ചിട്ടുണ്ട്. 229 എന്നത് വലിയൊരു സ്കോറാണ്. ഇന്ത്യ വിജയം എത്തിപ്പിടിക്കും, അതോടൊപ്പം പരമ്പര സ്വന്തമാക്കും എന്ന് കരുതാൻ കഴിയുമോ? കമലേഷ്, ഇന്നത്തെ മത്സരം ശ്രീലങ്കയ്ക്കും ഒപ്പം തന്നെ ഇന്ത്യക്കും വളരെ നിർണായകമായ ഒരു മത്സരം തന്നെയായിരുന്നു. കാരണം 3 മത്സര പരമ്പരയിലെ ആദ്യ 2 മത്സരങ്ങളിലും ഇരു ടീമുകളും ഓരോ വിജയം നേടിയിട്ടുണ്ടായിരുന്നു. ആദ്യ മത്സരത്തിൽ 2 റൺസിന്റെ ഒരു ആവേശ വിജയമായിരുന്നു ഇന്ത്യ സ്വന്തമാക്കിയിരുന്നത്. എന്നാൽ രണ്ടാം മത്സരത്തിലേക്ക് പോകുമ്പോൾ 206 റൺസ് ചേസ് ചെയ്ത ഇന്ത്യ 190 റൺസിന് ഓൾ ഔട്ട് ആകുന്ന, അല്ലെങ്കിൽ അവിടെ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ വേണ്ടി സാധിച്ചത്. അതിനാൽ തന്നെ ഇന്നത്തെ മത്സരം വളരെ നിർണായകമായിരുന്നു. ഈ പരമ്പരയിലെ ഫൈനൽ എന്ന് നമുക്ക് ഇന്നത്തെ മത്സരത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഈ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ വളരെ ശക്തമായ ഒരു ബാറ്റിംഗ് പ്രകടനം തന്നെയാണ് പുറത്തെടുത്തത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഓപ്പണിംഗിൽ ഇറങ്ങിയ ഇഷാൻ കിഷൻ 2 ബോളിൽ 1 റൺസ് എടുത്ത് പരാജയപ്പെട്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് വന്ന ബാറ്റ്സ്മാൻമാരൊക്കെ അവസരത്തിനൊത്ത് ഉയരുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത്. ഗിൽ 36 പന്തുകളിൽ നിന്നും 46 റൺസ് എടുത്തു. മൂന്നാമത് ബാറ്റിങ്ങിന് ഇറങ്ങിയ ത്രിപാഠി 16 പന്തുകളിൽ നിന്ന് 35 റൺസ് നേടുന്ന ഒരു കാഴ്ചയുണ്ടായി. അതോടൊപ്പം തന്നെ സൂര്യകുമാറിന്റെ ബാറ്റിംഗ് ആയിരുന്നു ഇന്ന് ഇന്ത്യയുടെ സ്കോറിന്റെ നെടും തൂണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ഇന്ത്യൻ ജേഴ്സിയിൽ വളരെ സ്ഥിരതയാർന്ന പ്രകടനം തന്നെയാണ് സൂര്യകുമാർ വരും നാളുകളിലൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ മത്സരത്തിൽ വെറും 51 പന്തുകളിൽ നിന്നും 112 റൺസാണ് സൂര്യകുമാർ യാദവ് ഇന്ത്യൻ ജേഴ്സിയിൽ നേടിയിട്ടുള്ളത്. അതിൽ 7 ബൗണ്ടറികളും 9 സിക്സറുകളും ഉൾപ്പെടുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇദ്ദേഹത്തിന്റെ ഒരു ഇന്നിംഗ്സിന്റെ ബലത്തിൽ തന്നെയാണ് 228 റൺസ് ഇന്ത്യക്ക് നേടാൻ വേണ്ടി സാധിച്ചത്. 229 റൺസ് എന്ന വിജയലക്ഷ്യവുമായി ശ്രീലങ്ക ബാറ്റിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യക്ക് ഈ മത്സരം വളരെ എളുപ്പമായിരിക്കുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം രണ്ടാം മത്സരം നമ്മൾ കണ്ടതാണ്. 206 റൺസിന്റെ ഒരു വലിയ ടോട്ടൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രീലങ്കൻ ബാറ്റ്സ്മാൻമാർക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ വേണമെങ്കിൽ ശ്രീലങ്കയ്ക്ക് ഈ ഒരു സ്കോർ ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിന്റെ പ്രധാന കാരണം ഇന്ത്യയുടെ ബോളേഴ്സ് ഒക്കെ വലിയ അനുഭവ പരിചയം ഇല്ലാത്തവരാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ വരും ഓവറുകളിൽ, അതായത് 20 ഓവറുകളിൽ ഇന്ത്യൻ ബോളിംഗ് എത്രമാത്രം മികച്ചു നിൽക്കുന്നു എന്നതിനെ അനുസരിച്ചായിരിക്കും ഈ പരമ്പര ഇന്ത്യ നേടുമോ അല്ലെങ്കിൽ ശ്രീലങ്ക പിടിച്ചെടുക്കുമോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കൂ. കമലേഷ്, അമൽ, നിലവിൽ 229 റൺസ് എന്നത് തീർച്ചയായും ഭേദപ്പെട്ട ഒരു സ്കോർ തന്നെയാണ്. ഈ നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ബാറ്റർമാർ ശ്രീലങ്കയ്ക്കുണ്ട്. അവരെ കൂടി പേടിക്കേണ്ടതുണ്ട്. തീർച്ചയായും ശ്രീലങ്കയുടെ ബാറ്റിങ്ങിനെ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. ആ ഒരു ബാറ്റിംഗ് പ്രകടനം നമ്മൾ രണ്ടാമത്തെ 2020 മത്സരത്തിൽ കണ്ടതാണ്. വലിയൊരു ടോട്ടൽ അടിച്ചുയർത്താൻ വേണ്ടി അവർക്ക് സാധിച്ചിരുന്നു. അവരുടെ ഓരോ ബാറ്റ്സ്മാൻമാരെയും എടുത്തു പറയുമ്പോൾ മികച്ച ഓൾറൗണ്ടർമാരും മികച്ച ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരൊക്കെ അവരുടെ നിരയിലുണ്ട്. മെൻഡീസിനെ പോലുള്ള വളരെ അവസരത്തിനൊത്ത് കളിക്കാൻ സാധിക്കുന്ന ബാറ്റ്സ്മാൻമാരുണ്ട്. അതേസമയം തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ ബൗളിങ്ങിനെ കുറിച്ചും നമ്മളൊന്ന് എടുത്തു പറയേണ്ടതാണ്. കാരണം ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ എന്ന മികച്ച ഒരു എക്സ്പീരിയൻസ് ഉള്ള താരം ഉണ്ടെങ്കിലും മറ്റു ബോളർമാരൊക്കെ പരിചയക്കുറവുള്ള താരങ്ങളാണ്. ജസ്പ്രീത് ബുംറയെ പോലൊന്നുമുള്ള വളരെ പരിചയമുള്ള താരങ്ങൾ ഇന്നത്തെ സ്ക്വാഡിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ശ്രീലങ്കൻ ബാറ്റിംഗ് നിരയെ എത്രമാത്രം ബുദ്ധിമുട്ടിക്കാൻ ഇവർക്ക് സാധിക്കുമെന്നൊക്കെ വരും ഓവറുകളിൽ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. അവസാന 10 ഓവറുകളായിരിക്കും ഒരുപക്ഷെ ഈ മത്സരത്തിൽ ശ്രീലങ്കയുടെയും അല്ലെങ്കിൽ ഇന്ത്യയുടെ വിധി നിർണ്ണയിക്കുക എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആദ്യ 10 ഓവറിൽ തന്നെ ഇന്ത്യക്ക് മുൻനിര ശ്രീലങ്കയുടെ ടോപ്പ് ഓർഡറിനെ വീഴ്ത്താൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ ഈ മത്സരം ഇന്ത്യക്ക് വളരെ എളുപ്പത്തിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കും. അല്ലാത്ത പക്ഷം ഇത് വളരെ ഒരു ക്രൂഷ്യലായുള്ള ഒരു മാച്ച്, അല്ലെങ്കിൽ 2 ടീമിനും വിജയം നേടാൻ വേണ്ടി സാധിക്കുന്ന ഒരു മാച്ച് തന്നെ ആയിരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. വ്യക്തമാണ്. ഇന്ത്യക്കെതിരായ